ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പിസ്സ സാൻഡ്വിച്ച് ആയിട്ടായിരുന്നു വന്നിട്ടുള്ളത്. പിസ്സ സാൻഡ്വിച്ച് വെച്ചിട്ട് പിസ്സൻ്റെ ഡോ ഒന്നും ഉണ്ടാക്കുന്നു വേണ്ട കേട്ടോ. ഞങ്ങൾക്കൊന്ന് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യമുള്ള ഉപ്പും ചേർത്ത് 2 ടീസ്പൂൺ തൈരും, നല്ല കട്ട തൈര് തന്നെ ആയിരിക്കണേ, അതും പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ ഇപ്പോൾ ഇവിടെ ചേർക്കാവുന്ന ടിക്ക മസാല. നിങ്ങളുടെ അടുത്ത് ടിക്ക മസാല ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മസാല ചേർത്താൽ മതി. ഗരം മസാല, കുരുമുളക് ക്രഷ് ചെയ്തത്, ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഞങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നല്ല മസാല ഉള്ളിലേക്ക് അകത്തേക്കൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യരുത്. നല്ല ഉള്ളു നല്ല വെന്തിട്ടും പുറം നല്ല സോഫ്റ്റായ രീതിയിൽ വേണം എടുക്കാൻ. ഈ രീതിയിൽ വേണം ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പിസ്സ സോസ് ഉണ്ടാക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഒറിഗാനോ പൗഡറും. ഇത് രണ്ടും കൂടി നല്ല മിക്സ് ചെയ്യണം. ഇതിൽ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു സ്പൂണ് ഷുഗറും ചേർത്ത് ഈ 3ഉം കൂടി നല്ല മിക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടെ മാറ്റി വെക്കാം. ഇത് പിസ്സ സോസാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് പാനിൽ ഉണ്ടാക്കുന്നതാണ്. പാനിലും ഓവനിലും ആക്കുന്നുണ്ട്. ചെറിയൊരു ക്യൂബ് ബട്ടർ ഗ്രീസ് ചെയ്ത് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ചെറിയ തീയിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ കുബൂസിലാന്ന് പിസ്സ സാൻഡ്വിച്ച് ആക്കുന്നത്. ഞാൻ പറ്റില്ല ഡോ ഒന്നും ആക്കണ്ടെന്ന്. കുബൂസാണ് ഞങ്ങൾ താരം. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, അത് എല്ലാവരും നല്ലോണം പുരട്ടി കൊടുക്കാം. അതിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഈ വെജിറ്റബിൾസൊക്കെ വഴറ്റിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ സാധാരണ മസാല ഒക്കെ ആക്കുന്നില്ല, അതുപോലെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ചേർക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ്. സവാളയും ചിക്കനൊക്കെ ക്രഷ് ചെയ്തിട്ട് ഒക്കെ ചേർക്കുക. ഇതൊക്കെ നിങ്ങൾ ഓപ്ഷനാണ്. വെജിറ്റബിൾസ് ഏത് വേണമെങ്കിൽ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഞങ്ങൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഭവമാണ് മൊസറല്ല ചീസ്. അത് മസ്റ്റാന്ന്. പിസ്സക്ക് ചീസില്ലെങ്കിൽ എന്ത് പിസ്സ വന്നല്ലേ. അപ്പം നല്ലോണം ചീസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, പിന്നെ ഇതിൽ തന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, ചില്ലി ഫ്ലേക്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പൈസിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഒലിവ്സ് ചേർത്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്കിനി സോസ് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള സോസ് ചേർക്കാം. കുറച്ച് കെച്ചപ്പ്, ചില്ലി സോസ്, എനിക്ക് കുറച്ച് സ്പൈസി വേണം പിസ്സക്ക്, എന്നാൽ എനിക്കിഷ്ടം ചില്ലി സോസ്, മയോണൈസ്. ഈ 3 സോസാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഒറിഗാനോ പൗഡർ. ഞങ്ങൾ ഫസ്റ്റ് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും പിസ്സൻ്റെ കൂടുതൽ ടച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഒറിഗാനോ ഇതായി കൊടുക്കാം. വേറൊരു കുബൂസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ മൂടി വെക്കാം. അതാണ് പിസ്സ സാൻഡ്വിച്ച് എന്ന് ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ ചീസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചീസൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് ഞങ്ങൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാൻ ഉണ്ടല്ലോ, അതിലേക്ക് ഞങ്ങൾക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് മതി. പെട്ടെന്ന് ചീസൊക്കെ ഒന്ന് ഉരുകി വരേണ്ട താമസമുള്ളൂ. ഞാൻ ഇത് ഓവനിലേക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 180 ഡിഗ്രിയിൽ 4-5 മിനിറ്റ് വേവിച്ചെടുക്കാം. പെട്ടെന്നാവും പിസ്സ. ഇത് ഞങ്ങൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സൂപ്പർ പിസ്സയാണ്. മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഡിന്നറിന് വേണ്ടിയിട്ട് നല്ല ഫില്ലിങ് തന്നെയാണ്, നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം എൻ്റെ റെസിപ്പി. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.